ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അർച്ചന ഉണ്ണിമോളുടെ കൂടെ ഇരിക്കുന്നത് മഞ്ജുവിന് തീരെ ഇഷ്ടമല്ല. മഞ്ജു കൂടെ ഇരിക്കുന്നത് ഉണ്ണിമോൾക്കും ഇഷ്ടമല്ല. ഉണ്ണിമോള് മഞ്ജുവിനോട് പറയുന്നുണ്ട്, അമ്മ ഇപ്പം ഇരിക്കണ്ട, ആൻറ്റിയമ്മ തന്നെ ഇരുന്നാൽ മതിയെന്ന്. അർച്ചന പറയും, മോളെ പനിയൊക്കെ അല്ലേ, ഇങ്ങനെ വഴക്ക് കൂടരുത്, അമ്മ ഇപ്പം ഇരിക്കട്ടെ, ആൻറ്റിയമ്മയ്ക്ക് കുറച്ച് പണിയുണ്ട്, ഇപ്പം വരാമെന്നും പറഞ്ഞ് അവൾ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങും. കോറിഡോറിലെ ഒരു കസേരയിൽ വന്ന് അവൾ ഇരിക്കും. അടുത്ത കസേരയിൽ ഇരിക്കുന്ന സ്ത്രീ കരയുന്നുണ്ട്. അർച്ചന ഇടയ്ക്കൊന്ന് അവരെ ശ്രദ്ധിക്കുന്നുമുണ്ട്. അവരുടെ ഭർത്താവ് അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്തിനാ ചേട്ടൻ ഇങ്ങോട്ട് വന്നത്, മുറി ഇരുന്ന് വിളിച്ചാൽ പോരായിരുന്നു, ഞാൻ അങ്ങ് വരില്ലായിരുന്നു എന്ന്. അയാൾ പറയും, നിന്നെ അവിടെ കാണാഞ്ഞിട്ട് വന്നതാണ്. അയാളുടെ തലയിൽ ഒരു കെട്ടുമുണ്ട്, എന്നാൽ വാന്നും പറഞ്ഞ് അയാളെയും കൂട്ടി അവർ റൂമിലേക്ക് പോകും. അയാളെ കാണുമ്പം അർച്ചനയ്ക്കൊരു സംശയം തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവളെ കാണാൻ ഒരു ക്ലയൻറ്റ് വന്നിരുന്നു, പുള്ളിയാണോ എന്ന് ഓർത്തിട്ട് അർച്ചന അവരുടെ റൂമിലേക്ക് ചെല്ലും. അർച്ചന ഉദ്ദേശിച്ച ആൾ തന്നെയാണ് പുള്ളി. അവൾ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നെ ഓർക്കുന്നുണ്ടോ, കഴിഞ്ഞ ദിവസം ഓഫീസിലേക്ക് വന്നിരുന്നു, ഞാൻ അഡ്വക്കേറ്റ് അർച്ചനയാണെന്നും പറഞ്ഞ്. ഇത് എന്തു പറ്റിയതാണെന്ന് ചോദിക്കുമ്പം ആദ്യം അവരുടെ ഭാര്യ പറയും വീണതാന്ന്. അർച്ചന പറയും, ഓർമ്മക്കുറവുള്ള ആളല്ലേ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണ്ടേന്ന്. അവർ പറയും, ഇദ്ദേഹത്തിന് ഒരു ഓർമ്മക്കുറവും ഇല്ല, എല്ലാം അവർ പറഞ്ഞുണ്ടാക്കുന്നതാ. അർച്ചനയ്ക്ക് കാര്യം മനസ്സിലാവില്ല. എന്താന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ശരിക്കും ഇദ്ദേഹം വീണതല്ല എന്നും പറഞ്ഞ് സംഭവിച്ച കാര്യം പറഞ്ഞു കൊടുക്കും. ഇവരുടെ 2 മക്കളുണ്ട്, ഒരാണും പെണ്ണും. സ്വത്തിന് വേണ്ടി അവരെപ്പോഴും വഴക്കാണ്. സ്വത്തിൻ്റെ കാര്യം പറഞ്ഞ തർക്കം ഉണ്ടാകുമ്പോഴാണ് ഇയാളെ പിടിച്ച് തള്ളുന്നത്. അങ്ങനെ ഉണ്ടായ മുറിവാണ്. എല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും അർച്ചന പറയും, അവരുടെ ഒരാവശ്യം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല, നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവുമെന്ന്. ആ സമയമാണ് മഞ്ജുവും മുകുന്ദനും കൂടി ഉണ്ണിമോളെയും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. മഞ്ജു ചോദിക്കും, ചേച്ചിക്ക് പുതിയ കേസൊക്കെ ആയോ എന്ന്. മുകുന്ദൻ പറയുന്നുണ്ട്, ഡിസ്ചാർജ് ആയിട്ടുണ്ടെന്ന്. അർച്ചന പറയും, നിങ്ങൾ എന്നാൽ വീട്ടിലേക്ക് വിട്ടോ, ഞാനൊരു ഓട്ടോയിൽ വന്നേക്കാന്ന്. അങ്ങനെ അവരവിടുന്ന് പോകും. അർച്ചന അവരോട് പറയുന്നുണ്ട്, പുറത്തുനിന്ന് ആരിടപെട്ടാലും അവരുടെ ഒന്നും ആവശ്യം നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കണ്ട, ഒരു തരി മണ്ണ് പോലും കൊടുക്കണ്ട, നമുക്ക് കോടതി വഴി തന്നെ മുന്നോട്ട് പോവാമെന്ന്. അങ്ങനെ അവർക്ക് ധൈര്യം എല്ലാം കൊടുക്കും. അച്ചു ആണെങ്കിൽ ഈ സമയം ഒരു പോലീസ് യൂണിഫോം ഇട്ട് വിഷ്ണുവിൻ്റെ ഒക്കെ കാറ് വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വിഷ്ണു കാറിൽ പോകുമ്പോഴും രുക്കുവിനെ കുറിച്ചുള്ള ഓർമ്മയിലാണ്. അവരുടെ കൂടെ അവൻ്റെ അമ്മയില്ല, അമ്മയ്ക്ക് അസുഖമായിട്ട് വന്നിട്ടില്ല, അച്ഛനും ആൻറ്റിയും മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോൾ ഒരു പോലീസിനെ കാണുമ്പോൾ വിഷ്ണു ചോദിക്കുന്നുണ്ട്, ഇനി ചെക്കിങ് വല്ല ആണോ എന്ന്. ആൻറ്റി പറയും, നമുക്ക് കാര്യം പറയാമെന്ന്. അച്ചു കൈ കാണിക്കുമ്പോൾ അവർ വണ്ടി നിർത്തും. ആൻറ്റി അവനോട് പറയുന്നുണ്ട്, ഞങ്ങളൊരു നല്ല കാര്യത്തിന് പോകുമായിരുന്നു, പേപ്പേഴ്സ് എല്ലാം ഉണ്ട്, എല്ലാം ശരിയാണ്. അച്ചു പറയും, അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെക്കിങ്ങിനൊന്നല്ല, എൻ്റെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി, എനിക്കൊരു ലിഫ്റ്റ് തരാമോ എന്ന് ചോദിക്കും. അടുത്ത സ്റ്റേഷനിൽ ഇറക്കിയാൽ മതി എന്നും പറയുന്നുണ്ട്. അവർ പറയും, അതിനെന്താ, അല്ലെങ്കിൽ നല്ല കാര്യത്തിന് പോകുമ്പം ഒരാൾക്ക് ഉപകാരം ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്, സാറ് കയറിക്കൊന്നും പറഞ്ഞ് അവരിറങ്ങി പുറകോട്ട് കയറും. അച്ചു ഫ്രണ്ട് സീറ്റിലും കയറും. അങ്ങനെ വണ്ടി മുന്നോട്ട് പോകും. സാറിൻ്റെ പേരെന്താന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അച്ചു പറയും, സൂര്യനാരായണൻ എന്ന്. നിങ്ങൾ എങ്ങോട്ടാ, അമ്പലത്തിലേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അല്ല, ഇന്നെൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അച്ചു മനസ്സിൽ ചിന്തിക്കും, നിൻ്റെ കല്യാണം ഞാൻ ഇപ്പം നടത്തി തരാടാന്ന്. എവിടെയുള്ള പെണ്ണാന്ന് അച്ചു ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, സാറ് പോലീസല്ലേ, പെണ്ണിൻ്റെ ചേട്ടനെ പറഞ്ഞാൽ അറിയായിരിക്കും, അഡ്വക്കേറ്റ് വിജയശങ്കർ. അച്ചു പറയും, പിന്നെ അറിയാം, വക്കീലിൻ്റെ ആരാ? വിഷ്ണു പറയും, സിസ്റ്ററാണ്, രുക്മിണി. അച്ചു മനസ്സിൽ ചിന്തിക്കും, എൻ്റെ രുക്കുവിനെ എനിക്ക് തന്നെ പരിചയപ്പെടുത്തുന്നു, റാസ്കൽ. എല്ലാം ഉറപ്പിച്ചോന്ന് അച്ചു ചോദിക്കും. ആൻറ്റി പറയും, ഇന്ന് നിശ്ചയിക്കും. അഡ്വക്കേറ്റ് വിജയശങ്കർ ആളൊരു പുലിയാന്ന് തോന്നുന്നു. അച്ചു പറയും, അതെ അതെ, പുലി തന്നെയാ, പക്ഷേ ഭാര്യയുടെ മുന്നിലല്ലാന്ന് മാത്രം. 2ാം കെട്ടല്ലേ, അതവർക്ക് പുതിയൊരു അറിവാണ്. ആൻറ്റി ചോദിക്കും, 2ാം കെട്ടോ, ഭാര്യയുടെ ആണോ? അച്ചു പറയും, ഭാര്യയുടെ അല്ല, വക്കീലിൻ്റെ. അല്ല, ഇതൊന്നും അറിയില്ലായിരുന്നോ? വിഷ്ണു ചോദിക്കും, അപ്പം ആദ്യ ഭാര്യയോ? അച്ചു പറയും, ഓടിച്ചു വിട്ടു. രുക്കു ആകെ ടെൻഷനിലാണ്. ഇന്ന് റിംഗ് എക്സ്ചേഞ്ച് ആണെന്ന് പറഞ്ഞിട്ടും അച്ചുവിന് ഒരു കുലുക്കവും ഇല്ലല്ലോ എന്നൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട്. ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒരു മെസ്സേജ് പോലും ഇല്ല. അന്നേരം തന്നെ അച്ചു രുക്കുവിനെ ഫോൺ ചെയ്യും. ഈ സമയമാണ് ചന്ദ്രലേഖ മുറിയിലേക്ക് വരുന്നത്. പെട്ടെന്ന് തന്നെ രുക്കു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ചന്ദ്രലേഖ ചോദിക്കും, എന്താ രുക്കു ഇത്, നീ ഇതുവരെ റെഡിയായില്ലേ? വിഷ്ണുവും കൂട്ടരും ഇപ്പം ഇങ്ങനെ എത്തും, വേഗം റെഡിയായിക്കേ. രുക്കുവിന് നല്ല മടിയുണ്ട്. ചന്ദ്രലേഖ പറയുന്നുണ്ട്, വേറെ ആരും ഇല്ലല്ലോ, നമ്മൾ കുടുംബക്കാർ മാത്രമല്ലേ ഉള്ളൂ. രുക്കു ചോദിക്കും, എന്നാൽ പിന്നെ ഒരുങ്ങണമെന്നുണ്ടോ, ഇങ്ങനെയൊക്കെ പോരെ? ചന്ദ്രലേഖ പറയും, ദേ രുക്കു, നീ തർക്കുത്തരം പറയരുത്, വേഗം റെഡിയാകുന്നും പറഞ്ഞ് ചന്ദ്രലേഖ മുറിയിൽ നിന്ന് ഇറങ്ങും. അന്നേരം തന്നെ രുക്കു ഫോൺ എടുത്ത് അച്ചുവിനെ വിളിക്കുന്നുണ്ട്. ചന്ദ്രലേഖയ്ക്ക് പുറത്ത് നിന്നത് കാണുമ്പോൾ ദേഷ്യം വരും. ദേഷ്യത്തോടെ ചന്ദ്രലേഖ കയറി വന്ന് രുക്കുവിൻ്റെ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങും. ഏത് സമയം ഫോൺ നോക്കി ഇരുന്നോണം, നിന്നോട് റെഡിയാവാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്, അല്ലാതെ ഫോൺ വിളിക്കാനല്ലല്ലോ, വേഗം അങ്ങ് റെഡിയായിക്കേ, ഇനി ഫോണിലേക്ക് ആരും വിളിക്കണ്ടെന്നും പറഞ്ഞ് അതങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. രുക്കു പറയുന്നുണ്ട്, ചേച്ചി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യില്ല, അതിങ്ങ് താ. ചന്ദ്രലേഖ പറയും, തരത്തില്ല, നിന്നോട് റെഡിയാവാനാ പറഞ്ഞത്. ശരിക്കും എന്താ നിന്റെ പ്രശ്നം, എന്താണേലും എന്നോട് തുറന്ന് പറ.
രുക്കു മിണ്ടാതെ നിൽക്കുമ്പോൾ ചന്ദ്രലേഖ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എനിക്കറിയാടി നീ പറയില്ല എന്ന്. വീണ്ടും ചന്ദ്രലേഖ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ വിഷയം? ഈ സമയം സത്യം അങ്ങോട്ട് വരും. എന്ത് വിഷയം എന്ന് ചോദിച്ച് ചന്ദ്രലേഖ പറയും, ഒന്നുമില്ല, ഞങ്ങൾ വേറൊരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. സത്യം ചോദിക്കും, ഇവളെന്താ ഇതുവരെ റെഡിയായില്ലേ? ചന്ദ്രലേഖ പറയും, ഇപ്പം റെഡിയാവും, അനിയൻ അങ്ങ് പൊക്കോളാൻ പറയും. രുക്കുനെ ഒന്ന് നോക്കി സത്യൻ മുറിയിന്ന് പോകും. ചന്ദ്രലേഖ ചോദിക്കും, എന്താ രുക്കു നിന്റെ പ്രശ്നം? രുക്കു മനസ്സിൽ ചിന്തിക്കും, ഈ ഒരു അവസരത്തിൽ ചന്ദ്രേച്ചിയോട് കാര്യങ്ങൾ തുറന്നു പറയുന്നത് ബുദ്ധിയല്ല. വീണ്ടും ചന്ദ്രലേഖ എന്താ രുക്കു എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ചേച്ചി പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ചന്ദ്രലേഖ മനസ്സിൽ ചിന്തിക്കും, ഇവളാളൊരു ജഗജില്ലി തന്നെ. രുക്കു പറയുന്നുണ്ട്, ചേച്ചി ആ ഫോൺ. ചന്ദ്രലേഖ പറയും, ഇല്ല, ഫോൺ നിനക്ക് തരുന്നില്ല. ഈ ഫോണാ എല്ലാത്തിനും കുഴപ്പം. ഇതുവരെ നീ ഒരുങ്ങിയില്ലെന്ന് വിജയേട്ടൻ എങ്ങാനും അറിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യം എന്താന്ന് ഞാൻ പറയണ്ടല്ലോ. ഇപ്പം തന്നെ ഞാൻ വിമല ഇങ്ങോട്ട് പറഞ്ഞു വിടാമെന്നും പറഞ്ഞ് ചന്ദ്രലേഖ മുറിയിൽ പുറത്തിറങ്ങും. ചേച്ചി ആ ഫോൺ ഇങ്ങ് താന്ന് പറഞ്ഞ് രുക്കു പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും ചന്ദ്രലേഖ നിൽക്കില്ല. ആദ്യം നീ റെഡിയാവാൻ പറയും. രുക്കു സങ്കടത്തോടെ കട്ടിലിൽ വന്നിരിക്കും. പിന്നീട് അച്ചു ഒരു കരിക്കൊക്കെ കുടിച്ച് നിൽക്കുകയാണ്. എല്ലാവരും കാറിൻ്റെ പുറത്ത് ഇറങ്ങിയേക്കുവാണ്. വിഷ്ണു അച്ചുവിനോട് പറയുന്നുണ്ട്, വക്കീല് ആദ്യ ഭാര്യ അടിച്ചു ഓടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ വെറുതെ അപവാദം പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കും അല്ലേ? അച്ചു മനസ്സിൽ ചിന്തിക്കും, നിനക്ക് എങ്ങനെയും രുക്കുവിനെ കെട്ടണം അല്ലേടാ, ഇപ്പം കെട്ടിക്കാം. അവൻ പറയും, അല്ലല്ല, എൻ്റെ അമ്മാവൻ്റെ വീടിൻ്റെ അടുത്താ വക്കീൽ ആദ്യം താമസിച്ചിരുന്നത്, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നേരിട്ടറിയാൻ പറ്റി. പുറമേ മാന്യനാണെങ്കിലും വിജയം വക്കീലിന്റെ കയ്യിലിരിപ്പ് ശരിയല്ലെന്ന് പൊതുവെ സംസാരമുണ്ട്. ആദ്യ വിവാഹത്തിന്റെ സമയത്ത് വരെ ഇപ്പോഴത്തെ ഭാര്യയായി ബന്ധമുണ്ടെന്ന് വരെ കേട്ടിട്ടുണ്ട്. അയാൾ അത്രക്കാരനാണോ എന്ന് വിഷ്ണുവിന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, അതിലും കുഴപ്പമാ ഒരനിയനുള്ളത്. വിഷ്ണു പറയും, പക്ഷെ നമ്മൾ ആലോചിക്കുന്നത് ചേട്ടനെയോ അനിയനെയോ ഒന്നും അല്ലല്ലോ, അവരുടെ സഹോദരിയല്ലേ. ചേട്ടന്മാർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും അനിയത്തിക്ക് അതൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ, അല്ലേ ആന്റി? ആന്റി പറയും, എടാ വിഷ്ണു, ഇത് വസ്തുവിൻ്റെയോ വീടിൻ്റെയോ ഒന്നും കച്ചവടമല്ല, ഒരു കല്യാണവാ. ഒരു പെൺകുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാ. 916ന്റെ ആഭരണം മാത്രം പോരാ ഒരു പെണ്ണിന്, സ്വഭാവവും 916 ആയിരിക്കണം. വിഷ്ണുവിന്റെ അച്ഛനും അത് ശരിവെക്കുന്നുണ്ട്. ആന്റി പറയും, പോലീസുകാരനാണെങ്കിലും സാർ ഈ പറഞ്ഞതൊന്നും വെറുതെ അങ്ങ് വിട്ടുകളയാൻ പറ്റില്ല. അച്ചു മനസ്സിൽ ഒരു ചിരിയോടെ നിൽക്കും. അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അച്ചുവിന്റെ ഈ ഇടപെടൽ കൊണ്ട് കല്യാണ നിശ്ചയം മുടങ്ങാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കല്യാണം പൂർണ്ണമായും മുടങ്ങൂല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം.